Innovators are always Dreaming. fantasizing. Yeah. Okay. They are in a fantasy world. ഇപ്പോൾ കാക്കയ്ക്കും തൻ കുഞ്ഞു പെൺകുഞ്ഞെന്ന് പറയുന്ന പോലെ എൻ്റെ ഐഡിയ ഗംഭീര. ഏറ്റവും മികച്ച ഐഡിയ ആണെന്ന് ഉറച്ചു വിശ്വസിച്ച് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. Okay. നമ്മളത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കതിനുള്ള വിവരം ഉണ്ടാവണം. ഓ. അതായത് നമ്മളിപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് വളരെ കെയർഫുള്ളാണ്. കാരണം എന്നോട് പണ്ടൊരു പയ്യൻ, ഇത് സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ വരുന്നതിന് വളരെ മുന്നെയാണ്, ഒരു പയ്യൻ വന്ന് എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സ്പേസ് ടെക്കിലൊരു കമ്പനി തുടങ്ങണം. ഞാൻ എൻ്റെ കമ്പനിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എവിടെയാണ് പഠിച്ചത്? അത് ഞാനിങ്ങനെ നെയ്യാറ്റിൻകരയിലെ ഏതോ ഒരു കോളേജിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവനെ ഡിസ്കൗണ്ട് ചെയ്തു. നെയ്യാറ്റിൻകരയെന്ന് പഠിച്ചൊരു പയ്യൻ സ്പേസ് ടെക്ക്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വാർട്ടണിൽ പോയി പഠിച്ചു. വാർട്ടൺ എന്ന് പറയുന്നത് പെൻസിൽവേനിയയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് സ്കൂൾസ് ഇൻ ദ വേൾഡാണ് വാർട്ടൺ. അപ്പോൾ ഞാൻ എന്താണ് MBA ആണോ ചെയ്തത്? അല്ല, MBA അല്ല, ഞാൻ വേറെ എന്തോ ചെയ്തു. അപ്പോൾ ഞാൻ അഗെയിൻ ഐ ഡിസ്കൗണ്ടഡ്. The guy actually went ahead and created a company in space tech and he's now based out of New York. Yeah. അപ്പോൾ നമ്മൾ ഒരാളെയും ഒന്നിൻ്റെ പേരിലും ഡിസ്കൗണ്ട് ചെയ്യരുതെന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് 1-2 അനുഭവങ്ങൾ ഇതുപോലെ എനിക്കുണ്ടായിട്ടുണ്ട്. പഠിച്ച പാഠം എന്ന് പറയുന്നത്. കാരണം ആൾക്കാരെ എന്ത് ചെയ്തെടുക്കും എന്ന് നമുക്കൊരിക്കലും മനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ വേണമെന്ന് വിചാരിച്ച് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിഗംഭീരമായിട്ട് മാറിയേക്കാം. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഐ ട്രൈ ടു ലിസൺ ടു എവ്രി വൺ. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരുടെയും എത്ര ചെറിയ ഐഡിയ ആയാലും, നമുക്ക് മനസ്സിൽ പൊട്ട എന്ന് തോന്നിയ ഐഡിയ ആയാലും, ഞാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഐ സ്പെൻഡ് ഹാഫ് ആൻ അവർ ട്രൈ ടു ലിസൺ ടു പീപ്പിൾ. അത് 2 കാര്യങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൈൻഡ്നെസ്. ഞാനൊരു ഐഡിയ ആയിട്ട് വരുമ്പോൾ എന്നോടൊരാൾ അനുഭാവപൂർവ്വം സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ സ്നേഹത്തോടെ അവരോട് ഇത് ചിലപ്പോൾ നടക്കില്ല, കണ്ടോ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പറയും, ഇത് വെറുതെ സമയം കളയരുത്. പിന്നെ വേറൊരു കാര്യം ഐ വോണ്ട് ടു യൂസ് ദിസ് മീഡിയ ടു ടെൽ പീപ്പിൾ, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഇന്നോവേഷൻ. നിങ്ങളൊരു റിസർച്ചറല്ല, നിങ്ങളൊരു സയൻറ്റിസ്റ്റ് അല്ല, യു ആർ എ ബിസിനസ് മാൻ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഇത് വിറ്റ് കാശാക്കി നിങ്ങളുടെ കുടുംബം അതുകൊണ്ട് കഴിയണം എന്നുള്ള ചിന്ത കൂടി നിങ്ങൾക്ക് എപ്പോഴും വേണം. ഇത് തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ, ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് കാലം ഒരു R&D ഫേസ് ആയിരിക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് മോഡൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കണം. ആ ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് എ ലിറ്റിൽ ഓൺ ദ ലോവർ സൈഡ് ഫോർ കേരള. അത് കേരളത്തിൽ നമുക്ക് കുടുംബപരമായിട്ട്, ഇപ്പോൾ ഒരു ഗുജറാത്തി ഫാമിലിയിൽ കാണുന്ന പോലെ വി ഡോണ്ട് ബ്രീത്ത് ബിസിനസ്. അപ്പം നമുക്ക് അങ്ങനെ കണക്കുകൾ കണക്ക് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് തൊട്ട് കൊടുക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്നോ, അല്ലെങ്കിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നോ, എങ്ങനെ സേവ് ചെയ്യണമെന്നോ, ഇങ്ങനെ ഒന്നും നമ്മൾ ആരെയും പഠിപ്പിക്കുന്നില്ല. അതൊരു വലിയ ന്യൂനതയായിട്ട്